ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്നേ ഇഞ്ചിക്കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കട്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ട് അതും കട്ടി കുറച്ച് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ട് കട്ടി കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് തിരുമ്പി പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാനൊരു മൺകലം എടുത്തിട്ട് അതിലേക്ക് ആ പുളിവെള്ളം അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയില്ലേ, അത് 1 ടീസ്പൂൺ, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും എല്ലാം 1 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ വേപ്പില ഇടാൻ മറന്നുപോയി. അപ്പം കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ കറി നല്ലപോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി 2 ഉണക്കമുളക് എടുത്തിട്ട് ഞാൻ അതും നമ്മൾ എടുത്ത് വെച്ച വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയില്ലേ, അതും നല്ല പോലെ തന്നെ ഒന്നിട്ട് ഒന്ന് ബ്രൗൺ ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഞ്ചി ഒക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. അതും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറും ആവണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മളെ തിളപ്പിച്ചില്ലേ കറി, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവട പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കറി നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. ഇതെനിക്ക് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.